ഹായ് എവ്രി വൺ, ഐ എം വിനയൻ ഗുരുക്കൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കച്ചവടം, സ്വയം തൊഴിൽ ഇവയൊക്കെ നടത്തുമ്പോൾ ചില ലഗ്നങ്ങൾക്ക് പ്രശ്നം വരും. അതായത് ചില ലഗ്നത്തിൽ ജനിച്ചവർക്ക് കച്ചവടം, ബിസിനസ്സൊക്കെ തകർച്ചയുണ്ടാവുമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഒരു ലഗ്നം നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ കണ്ടു. അടുത്ത ലഗ്നമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് ലഗ്നത്തെ അടിസ്ഥാനമാക്കിയാണ് പറയുന്നത്. അതിന് നമ്മൾ കാലപുരുഷ തത്വം യൂസ് ചെയ്യുന്നുണ്ട്. കാലപുരുഷന്റെ ഒന്നാമത്തെ രാശിയാണ് മേഷ, തല, മേഷരാശി, മേടം. ക്രിയതാവുരു ജൂതുമ കുളീരലേയ പാർത്തോന ജൂഹ കോർപ്യാക്യ. ഈ പ്രമാണം നിങ്ങൾക്കറിയാം അല്ലേ? അതുപോലെ തന്നെ കാലാങ്കാനി വരാംഗം ആനന ഒരു ഹൃത് ക്രോഡ വസോഭൃതോ വസ്തുർ വ്യഞ്ജന ഊരുജാനയുകളെ. ഈ പ്രമാണമൊക്കെ അറിയാം. ഞാൻ തന്നെ നിങ്ങളെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. അപ്പോ കാലപുരുഷന്റെ ഒന്നാമത്തെ രാശിയാണത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, കൺസിഡർ ഇറ്റ് ആസ് ഹൗ സൊസൈറ്റി പെർസീവ് ചെയ്യും. നിങ്ങളെ എങ്ങനെയാണ് സമൂഹം നോക്കിക്കാണുന്നത്, അതായത് സോഷ്യൽ സപ്പോർട്ട് കിട്ടുന്നുണ്ടോ, സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് നിങ്ങളെ കാണുന്നത് എന്നുള്ള ആംഗിളിൽ നിങ്ങൾ തൽക്കാലം നോക്കിയാൽ മതി. അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അതാണ് കാലപുരുഷൻ പറയുന്നത്. നിങ്ങളുടെ ലഗ്നം ഏതാണോ അതാണ് നിങ്ങളെ റൂൾ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ബിസിനസ് ചെയ്താൽ പ്രശ്നം ഉണ്ടാവുന്ന അടുത്ത ലഗ്നമാണ് മിഥുനം. ഇത് കാലപുരുഷൻ, ഇത് അല്ലാത്തത്. മിഥുന ലഗ്നത്തിലാണോ നിങ്ങൾ ജനിച്ചത് എങ്കിൽ കാലപുരുഷ തത്വപടി ബിസിനസ് ചെയ്യുമ്പോൾ സൂക്ഷിക്കും. എന്താണെന്ന് വെച്ചാൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ 10ാം ഭാവം അഥവാ കച്ചവടം 10ാം ഭാവം. മിഥുന ലഗ്നത്തിന്റെ 10ാം ഭാവം മീനരാശി ആണ്. അധിപൻ വ്യാഴമാണ്. ഇവിടെ അധിപനോ, അധിപൻ നിന്ന രാശിയോ, അധിപൻ നിന്ന സാരമോ, സാരനാഥനോ ഇതൊന്നും കണക്കിലെടുക്കാതെയാണ് പറയുന്നത്. അപ്പോ മിഥുനം 10ാം ഭാവമാണ്. മിഥുന ലഗ്നത്തിന് മീനം 10ാം ഭാവം, മിഥുനം 10ാം ഭാവമല്ല, മിഥുന ലഗ്നത്തിന് മീനം 10ാം ഭാവമാണ്. അത് കാലപുരുഷന്റെ 12ാം ഭാവമായിട്ട് വരുന്നു. കാലപുരുഷന്റെ വ്യയസ്ഥാനം, കാലപുരുഷന്റെ മാറ്റസ്ഥാനം, അതിവ്യയം, ഇടം മാറ്റം, ഒരു ബിസിനസ് നിർത്തി പോകേണ്ടി വരുന്ന അവസ്ഥ, അപകടം, വലിയ രോഗങ്ങള്, ബിസിനസ്സിലാണെങ്കിൽ കിട്ടാക്കടം, ദുർവ്യയം, സ്റ്റോക്ക് കിട്ടിക്കിടക്കുന്ന അവസ്ഥ, ഇതൊക്കെ ഈ 12ാം ഭാവം കൊണ്ട് നമ്മൾ എടുക്കേണ്ടതാണ്. കാലപുരുഷന്റെ 12ാം. അപ്പൊ സൊസൈറ്റിയിൽ നിന്നിട്ട് നമുക്ക് അതിവ്യയവും നിയമപരമായ പ്രശ്നങ്ങളും മറ്റുള്ള ആളുകള് എഗെയിൻസ്റ്റായി പറയുന്ന അവസ്ഥയും മറ്റുള്ളവർ പറ്റിക്കുന്ന അവസ്ഥയും, നമ്മൾ കൂടുതൽ പണം ബിസിനസ്സിന് വേണ്ടി ഇറക്കി കടം വരുന്ന അവസ്ഥയൊക്കെ കാണിക്കുന്നു ഇത്. ഇനി കാലപുരുഷന്റെ 10ാം ഭാവം മകരരാശി. അത് മിഥുന രാശിക്കാർക്ക്
8ാം ഭാവമാണ്. കാലപുരുഷന്റെ 10ാം ഭാവം മിഥുന ലഗ്നക്കാർക്ക് 8ാം ഭാവം. 8ാം ഭാവം അപ്പൊ കാലപുരുഷന്റെ 10ാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വതവേ സമൂഹത്തില് ഏറ്റവും കൂടുതൽ ബിസിനസ് നടത്താൻ സാധിക്കുന്നവർ മകര ലഗ്നക്കാര്. ആ മകരരാശിയിൽ ജനിച്ചവരായിരുന്നെങ്കിൽ, അതായത് മകരരാശി എന്ന് പറയുന്നത് കാലപുരുഷന്റെ ബിസിനസ് ഭാവമാണ്. സോഷ്യൽ സപ്പോർട്ട് കിട്ടുകയും ഗവൺമെന്റ് സപ്പോർട്ട് കിട്ടുകയും ഉന്നതരുടെ സപ്പോർട്ട് കിട്ടുകയും ധനം വളരെ വന്ന് കയറുകയും ബിസിനസ് വളരുകയും ചെയ്യുന്ന ഒരു സ്ഥാനമാണത്. അത് നമുക്ക്, അതായത് നമുക്കല്ല, ഈ മിഥുന ലഗ്നക്കാർക്ക് 8ാം ഭാവമായി വരുന്നു എന്ന് പറഞ്ഞാൽ സമൂഹത്തിന്റെ ബിസിനസ്സിന് നല്ലതായി വരുന്ന ഭാവം നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നു എന്നർത്ഥം. അത്തരത്തിൽ വന്നു കഴിഞ്ഞാല് ഇവിടെ 8ാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പലതരത്തിലുള്ള ക്ലേശങ്ങളും ദുഷ്കീർത്തിയും ദുഷ്പ്രചരണങ്ങളും നിങ്ങൾക്ക് നേരെ വന്ന് പെടാം. അത്തരത്തിൽ വന്ന ബിസിനസ് ഡള്ളാവും. എപ്പോഴും റിപ്പയർ വരാം. നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന സാധനങ്ങള് ബയാസ്ഡായി മാറാം. അവിടെ ജോലി ചെയ്യുന്നവർക്ക് എപ്പോഴും തടസ്സങ്ങളും പ്രശ്നങ്ങളും വരാം, ക്ലേശങ്ങൾ വരാം. അപ്പോ ദുരിതസ്ഥാനമായതുകൊണ്ട്, കാലപുരുഷന്റെ 10ാം ഭാവം നിങ്ങൾക്ക് ദുരിതസ്ഥാനമായതുകൊണ്ട് ബിസിനസ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജാതകം വെച്ച് വേണ്ട വിധത്തിൽ അനലൈസ് ചെയ്ത് ഭാവാധിപൻ, നിങ്ങളുടെ ഭാവാധിപനായിട്ടുള്ള 10ാം ഭാവാധിപനായിട്ടുള്ള നിങ്ങളുടെ വ്യാഴം എവിടെ നിൽക്കുന്നു, എത്ര പൊസിഷനിൽ നിൽക്കുന്നു, അതിന് സാരം കൊടുത്ത വാദന എവിടെ നിൽക്കുന്നു, ആശ്രയ രാശിനാഥൻ, അങ്ങനെ ഓരോന്ന് നവാംശകത്തിൽ നിൽക്കുന്ന അധിപൻ. നവാംശകം ഇതിന് ഇമ്പോർട്ടൻ്റ് ആണ്, ബിസിനസ്സിന് ഇമ്പോർട്ടൻ്റ് ആണ്, ദശാംശം മാത്രമല്ല. അതൊക്കെ എടുത്ത് നോക്കി, ദശാംശം വേണമെങ്കിൽ ദശാംശം എടുത്ത് നോക്കി, ഈ 10ാം ഭാവാധിപന്റെ നിൽപ്പ്, 10ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിന്റെ നിൽപ്പൊക്കെ നോക്കി, വളരെ ക്ലിയർ ആയിട്ട് നോക്കി, അതിന്റെ സമയം, ഇപ്പൊ നിൽക്കുന്ന കാലം, ദശഭുക്തികളൊക്കെ നോക്കിയതിന് ശേഷം മാത്രം ബിസിനസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ ബിസിനസ് ചെയ്താൽ കുഴപ്പം വരുന്ന 2 ഭാവങ്ങളും നമ്മൾ കണ്ടു. ഒന്ന് ഈ ക്ലാസ്സിൽ പറഞ്ഞ മിഥുനമാണ്, മറ്റേത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അത് കാണണമെങ്കിൽ മുന്നത്തെ വീഡിയോ പോയി കാണുക. ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗസ്ത്യേശ്വരായ.